വയനാട് കോൺഗ്രസിൽ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാവുകയാണ്. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ഇപ്പോൾ പോലീസ് നടപടി ഉടൻ സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റിന് സാധ്യത കൂടുകയാണ്. IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ മുൻകൂർ ജാമ്യത്തിന് നീക്കം ആരംഭിച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കുടുംബത്തെ ഒരു വിധത്തിൽ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുവരുന്നതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടാവുന്നത്. ഒരു അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനാണോ സാധ്യതയുള്ളത്? ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം? ശ്രീജ, തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുന്നു പോലീസ് എന്നാണ് നമുക്ക് വയനാട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. എന്നാൽ പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി ഇത് ഈ കേസിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തുകയും അതിൽ തന്നെ 4 കോൺഗ്രസ് നേതാക്കൾ, അതായത് നേരത്തെ കോൺഗ്രസ് നേതാവായി പിന്നീട് CPM-ൽ പോയ നേതാവടക്കം 4 പേർക്കെതിരെ കേസ് അവരെ പ്രതിയാക്കി ചേർക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അവരെ പോലീസ് തടയാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ KPCC നേതൃയോഗം നടക്കുന്നതുകൊണ്ട് തന്നെ ND അപ്പച്ചനും ഒപ്പം IC ബാലകൃഷ്ണൻ MLA-യും തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. യോഗം കഴിഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങി എന്നറിയുന്നു. പക്ഷേ രാവിലെ അവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. നമ്മളടക്കം വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടിയോട് പെട്ടെന്ന് പോലീസിന് മുന്നിൽ എത്താനോ അല്ലെങ്കിൽ പോലീസിന്റെ അറസ്റ്റിന് കീഴടങ്ങാനോ തയ്യാറാണോ എന്നൊരു സംശയമാണ് ഉദിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളുണ്ടോ എന്നും ഇവരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അത്തരത്തിൽ, അതായത് ഈ ആത്മഹത്യയിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഈ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ശരിയല്ല, ഒപ്പം ഈ ആത്മഹത്യാ കുറിപ്പിന്റെ നിജസ്ഥിതിയെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്നീ ആവശ്യങ്ങളായിരിക്കും അവർ ഉന്നയിക്കുക. നേരത്തെ ഈ ഒരു വിവാദമായ ഒരു കരാർ പുറത്തു വന്നിരുന്നു. പീറ്റർ എന്ന ആളും ഒപ്പം മരിച്ച NM വിജയനും തമ്മിൽ ഏർപ്പെട്ട ഒരു കരാറാണ്. ആ കരാറിൽ IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പണം വാങ്ങുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ അത് IC ബാലകൃഷ്ണൻ പൂർണ്ണമായും തള്ളിയാണ് അന്ന് രംഗത്തെത്തിയത്. കാരണം ആരെങ്കിലും ഒരു കരാർ തന്റെ പേരിൽ എഴുതി വെച്ചാൽ അതിൽ താനെങ്ങനെ പ്രതിയാകും എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഒപ്പം രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം ഈ കേസെടുക്കൽ നടപടികൾ എന്നാണ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും ഈ മുൻകൂർ ജാമ്യം തേടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. മറുവശത്ത് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി CPM മാറ്റുന്നു. ആ രീതിയിൽ ഒരു നടപടികളിലേക്കാണ് പോലീസ് പോകുന്നത് എന്നൊരു ആരോപണം ഇന്നലെ തന്നെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അറസ്റ്റിലേക്കും അല്ലെങ്കിൽ അത്തരം നിയമ നടപടികളിലേക്കും പോവുകയാണെങ്കിൽ ഇത് കൃത്യമായി CPM ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിൽ തന്നെയാവില്ലേ കോൺഗ്രസ് പ്രതിരോധിക്കുക? തീർച്ചയായും CPM ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ, പ്രത്യേകിച്ചും NM വിജയന്റെ ആത്മഹത്യ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ കരാറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പോ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ ബാങ്ക് നിയമവുമായി ബന്ധപ്പെട്ട കോഴ വിവാദത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ തെരഞ്ഞെടുത്തതെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം 2019 ഈ വിഷയം വയനാട് ജില്ലയിൽ സജീവ ചർച്ചയാവുകയും അന്ന് KPCC ഒരു പ്രത്യേക സമിതിയെ വെച്ച് അന്വേഷിപ്പിക്കുകയും ഈ കോഴ ആരോപണം അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് കാര്യമായ പങ്കില്ല, മറ്റു ചിലർക്കാണ് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് കരുതുകയും അവർക്കെതിരെ ചില ചെറിയ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും അത് നല്ലയുള്ള നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. പക്ഷെ പിന്നാലെയാണ് ഇപ്പോൾ NM വിജയൻ മരിച്ചതോടുകൂടി ഇതിന്റെ പിന്നിൽ ഈ നേതാക്കളുടെ അഴിമതിയാണ്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അഴിമതി നടത്തിയതാണ് ഇതിലേക്ക് നയിച്ച എന്ന ഒരു നിഗമനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ IC ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന അടക്കമുള്ള അല്ലെങ്കിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന അടക്കമുള്ള സമര പരിപാടികളിലേക്ക് CPM കടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതോടുകൂടി തങ്ങളുടെ വാദമുഖങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് പുറത്തുവിടുന്നത് എന്ന് CPM വാദിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ കോൺഗ്രസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ക്യാമ്പയിനുകളിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും ഒപ്പം ADM നവീൻ ബാബുവിന്റെ മരണമടക്കമുള്ള കാര്യങ്ങളായിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന
ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഒപ്പം ഈ ആത്മഹത്യാക്കുറിപ്പ് പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഈ കേസിൽ ലഭിക്കുകയും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നേരത്തെ തന്നെ ഇത്തരം ആരോപണം നേതാക്കൾക്കെതിരെ NM വിജയൻ ഉന്നയിച്ചതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ നേതാക്കളുടെ പങ്കുകൾ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ പണം ഏതൊക്കെ വഴിയിലൂടെ പോയി എന്ന് വെളിപ്പെടുത്തുന്ന ആത്മഹത്യാക്കുറിപ്പ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്ത നിലയിൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ കൃത്യമായി കാര്യക്ഷമമാവണം എന്ന ആവശ്യം നേരത്തെ തന്നെ CPM ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി